ആഗോള അയ്യപ്പ സംഗമത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കുകയാണ്. ഇന്ന് ദേവസ്വത്തിന് വേണ്ടി ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത സ്വതന്ത്ര ഓഡിറ്ററായിട്ടുള്ള വിജയൻ അസോസിയേറ്റ് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി. അവർ കോടതിയെ അറിയിച്ചത് ഈ കണക്കുകളിലൊക്കെ തന്നെ വലിയ പൊരുത്തക്കേടുകളുണ്ട്. ദേവസ്വത്തിനോട് ഇതിന്റെ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് പലതവണ കത്ത് നൽകിയിട്ടും ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ നേരിട്ട് കോടതിയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ പല ബില്ലുകളും മൊത്ത ബില്ലുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. പല പരിപാടികളുടെയും ചേർത്തുള്ള ബില്ലാണ്. അതുകൊണ്ട് തന്നെ ഓരോ പരിപാടിക്കും എത്ര രൂപയാണ് ചെലവ് വന്നത് എന്നത് കൃത്യമായും കണക്കാക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ ICCയുമായി ദേവസ്വം ബോർഡ് കരാറിലേക്ക് വരുമ്പോൾ ആ കരാറിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പ്രകാരം ഓരോന്നിനും ചെലവഴിക്കുന്ന പണം സംബന്ധിച്ച കാര്യങ്ങൾ ദേവസ്വം ബോർഡ് കൂടി കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇപ്പോൾ ഓഡിറ്ററോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കണക്കിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് 10 ദിവസത്തിനകം അറിയിക്കാനാണ്. ആ കണക്കുകളിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ കഴിയാതെ വന്നാൽ അതിൽ സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ് സംശയിക്കേണ്ടി വരിക. അങ്ങനെ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരിക അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുമായിരിക്കും. എന്തായാലും സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞു. ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു ബന്ധവുമില്ല എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നുകൂടി ദേവസ്വം മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. 14-ാം തീയതിക്ക് മുൻപ് തന്നെ സുപ്രീം കോടതിയെ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തായാലും യുവതീ പ്രവേശനത്തെ എതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. സർക്കാരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വലിയൊരു പ്രക്ഷോഭം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്തായാലും ആ യുവതീ പ്രവേശനത്തെ എതിർക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.